ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം കർവിൻ്റെ സെക്കൻഡ് ബേസ് ആയ പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് നോക്കിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു വേരിയൻറ്റിന് വേണ്ടി അഡീഷണൽ സ്പെൻഡ് ചെയ്യേണ്ടത് 1.2 lakhs ആണ് എക്സ്ഷോറും. ഓൺ റോഡ് ഒരു 1.3 lakhs എൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് നിൽക്കുമായിരിക്കും. പക്ഷേ നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു മോഡലിൽ കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റതിൻ്റെ അകത്തില്ല ഇല്ലാതിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. എന്തായാലും എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ തന്നെയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തും LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ ബൈ ഫംഗ്ഷൻ LED ഹെഡ് ലാംപ്സ് ആണ്. അതുപോലെ തന്നെ DRLs ഒക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് കണക്റ്റഡ് DRLs കിട്ടുന്നില്ല. കണക്റ്റഡ് DRLs വേണമെങ്കിൽ ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കേണ്ടി വരും. അതുമുതലേ ഉള്ളൂ. അത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ക്രിയേറ്റീവ് S നിങ്ങൾ കൂട്ടിയില്ല എങ്കിൽ. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ഫോഗ് ലാംപ്സ് അവൈലബിൾ അല്ല. അതും ഇതിൻ്റെ തൊട്ട് മുകളിൽ വേരിയൻറ്റ് പോകേണ്ടി വരും. അതായത് ക്രിയേറ്റീവ് പ്ലസ് മോഡലിലേക്ക് പോയാൽ നമുക്കത് കിട്ടുള്ളൂ. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. അതായത് ഗ്രില്ലായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈൻ സംഭവങ്ങളൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. കണക്റ്റഡ് DRLs വേണമെങ്കിൽ അവർക്ക് ഈ ഒരു വേരിയൻറ്റിൽ കൊടുക്കാമായിരുന്നു. കാരണം അതും കൂടെ വന്നിരുന്ന ഫ്രണ്ടിലത്തെ ഡിസൈൻ നമുക്ക് ഓൾമോസ്റ്റ് ടോപ്പ് ആൻഡ് പോലെ തന്നെ തോന്നിയേനെ. ഫോഗ് ലാംപ്സ് ഇല്ല എന്നുള്ളത് ഇപ്പോൾ വണ്ടി റോഡിൽ കൂടെ ദൂരെ നിന്ന് ഓടി വരുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഇതാണല്ലോ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ കണക്റ്റഡ് DRLs ഇല്ലെങ്കിലും ഡിസൈൻ അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു മേജർ അപ്ഗ്രേഡ് വരുന്നത് അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. പ്യുവർ പ്ലസ് വേരിയൻറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റീൽ വീൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതും 16 inch ആണ്. ഇനി പ്യുവർ പ്ലസ്സിൽ തന്നെ S എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിൻ്റെ അകത്ത് 17 inch വീൽസ് കിട്ടും. പക്ഷേ അതും ഹൈപ്പർ സ്റ്റീൽ വീൽസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീൽ വീൽസ് തന്നെ അലോയുടെ ഡിസൈനിൽ കിട്ടുകയാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഓൾമോസ്റ്റ് ടോപ്പ് എൻഡ് പോലത്തെ അലോയ്സിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് ടോപ്പ് എൻഡിൻ്റെ അലോയ്സ് അല്ല. കാരണം ഇത് 17 inch ആണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് 18 inch അലോയ്സ് ആണ് കിട്ടുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ 17 inch അലോയ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. കാരണം ഇത് ജസ്റ്റ് തേർഡ് ബേസ് വേരിയൻ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് എടുക്കുകയാണെങ്കിൽ സംഭവം ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റിക്വസ്റ്റ് സെൻസറും വരുന്നുണ്ട്. അത് ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് ഇല്ലായിരുന്നു. കാരണം അതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലായിരുന്നു. ഈ വേരിയൻറ്റ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ വിൻഡോ ലൈൻ്റെ താഴത്തെ ഒരു ക്രോം എലമെൻറ്റ് കാണാം. അതൊക്കെ അഡീഷണൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. ORVMs ഒക്കെ മറ്റതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ബോഡി പാനലിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിങ്ങും സംഭവങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. റൂഫിലാണെങ്കിലും ഷാർക്ക് ഫിൻ ആൻറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫ് റെയിൽസ് ഒന്നും ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്പോയിലർ പോലത്തെ ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഡീഫോഗർ നമുക്ക് ഈ വേരിയൻറ്റ് മുതൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ ഡീഫോഗർ ഇല്ലായിരുന്നു. പിന്നെ ബാക്കിലേക്ക് ടെയിൽ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ മോഡലും ചെറിയ ഒരു ലെറ്റ് ഡൗൺ പോലെ നമുക്ക് തോന്നുക. കാരണം ഇതിൻ്റെ അകത്തും ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അവൈലബിൾ അല്ല. ഈ ഒരു മോഡൽ ഞാനിപ്പം പൊതുവേ കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ വലിയ ഫാനൊന്നുമില്ല. പക്ഷേ ഈ വണ്ടിയുടെ ഡിസൈൻ തന്നെ അവർ ചെയ്തിരിക്കുന്നത് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്ന പോലെയാണ്. ഇതിൻ്റെ അകത്തിപ്പം ബാക്കിലേക്ക് നോക്കുമ്പോൾ ചെറിയ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തോന്നും. അതായത് ഒരു ബാക്കിലത്തെ ആ കണക്ഷൻ്റെ ഒരു മിസ്സിങ് പോലെ. അവിടെ ബ്ലാക്ക് എലമെൻ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നതിന് പകരം. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന ടെയിൽ ലാംപ്സ്, അതുപോലെ നമ്മുടെ മറ്റേ റിവേഴ്സ് ലൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എല്ലാ സാധനങ്ങളും സെയിം ആണ്. പിന്നെ ബാക്കിൽ ക്യാമറയൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് പ്യുവർ പ്ലസ് വേരിയൻറ്റ് മുതൽ ബാക്കിൽ ക്യാമറ കിട്ടുന്നുണ്ട്. ഈ മോഡലും ബാക്കിൽ റിയർ ക്യാമറ അവൈലബിൾ ആണ്. ബാക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, 360 ഒന്നുമില്ല. ഗൈസ്, അപ്പോൾ അതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ വരുന്നത്. നമുക്കിനി ഇൻറ്റീരിയറിലോട്ട് പോകാം. അവിടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കിട്ടുന്നത് എന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പൊതുവെ ഈ പ്രൈസ് പോയിന്റിൽ എങ്ങനെ ആയാലും ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല് കൊടുക്കാറില്ല. മിക്ക കമ്പനികളും സെക്കൻഡ് ടോപ്പ് അല്ലെങ്കിൽ ഒരു മിഡിൽ വേരിയൻറ്റിലേക്കാണ് കൊടുക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഇവരുടെ തേർഡ് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ പാറ്റേൺ വരുന്നത്. നമുക്ക് അതിൻ്റെ താഴത്ത് ചെറിയൊരു സിൽവർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ടാറ്റയുടെ ഇലുമിനേറ്റഡ് ലോഗോ ഒക്കെ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മോണിറ്റ് കൺട്രോൾസ്, അതുപോലെ നമ്മുടെ MID കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് സ്വിച്ചസും സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. MIDയും ചെറിയൊരു ലെറ്റ് ഡൗൺ ആണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള MID മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 4.5 inch സൈസേ ഉള്ളൂ. ടോപ്പിന് വരുന്ന പോലെ 10.25 inch ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ആവശ്യത്തിനൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയുന്ന പോലത്തെ MID, അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ ലിസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടാക്കോമീറ്റർ ഒക്കെ ഉണ്ട്. 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ടാക്കോമീറ്റർ ആണ്. പിന്നെ അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കാണും. പിന്നെ നമ്മുടെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഈ ഒരു മോഡലും അവർ സാധാരണ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആണ് വരുന്നത്. അതും ക്രോം ടിപ്ഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ORVMs അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് ഒക്കെ അവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്യാനും പറ്റും, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ 4 പവർ വിൻഡോസ് ഒക്കെ ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്.
ഇനി സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പുതിയ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുക്കുന്നത്. അതായത് ടാറ്റയുടെ നെക്സോണിലൊക്കെ വരുന്ന അതേ ഇൻഫോടൈമിൻ്റ് ആണ് ഇതിൻ്റെ ബേസ് മോഡൽ അവർ കൊടുത്തിരിക്കുന്നത്. അതെ, ബേസ് മോഡൽ എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ഒരു മിഡിൽ അല്ലെങ്കിൽ ബേസിക് എന്ന് പറയാൻ പറ്റുന്ന വേരിയൻസിൽ ഇത് നല്ലൊരു സിസ്റ്റമാണ്. നമുക്ക് പ്യുർ പ്ലസിൽ ഇവരുടെ പഴയ 7 ഇഞ്ചസിൻ്റെ ഇൻഫോടൈമിൻ്റ് ആണ് കിട്ടിയിരുന്നത്. ഇതിനേക്കാൾ കുറച്ചുകൂടെ റിലയബിൾ ആണ്. ഇതിപ്പോൾ ഇടയ്ക്ക് തന്നെ ഷട്ട് ഡൗൺ ആയി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ലുക്ക് വൈസും അതുപോലെ ഫ്ലൂയിഡിറ്റി അതുപോലെ യൂസബിലിറ്റി സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് നല്ലതാണ്. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ അതില്ല. പിന്നെ AC വെൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിനിഷൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നമുക്ക് ഡ്യുവൽ ടോൺ ക്യാബിനാണ് വരുന്നത്, ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടോ AC അവൈലബിൾ ആണ് കേട്ടോ. പ്യുർ പ്ലസിലെ ടച്ച് ബേസ്ഡ് AC കൺട്രോൾസ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഓട്ടോ AC ആസച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും ടച്ച് ബേസ്ഡ് കൺട്രോൾസ് തന്നെയാണ്. പിന്നെ നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഇക്കോ സിറ്റി സ്പോട്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ലെഫ്റ്റ് സൈഡിൽ കാണാം. അതുപോലെ ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിൻ്റെ ഒക്കെ മെറ്റീരിയൽസിൻ്റെ ഫിനിഷ് ഫാബ്രിക് ആണ്. നമ്മളതിന് തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ കണ്ട പോലത്തെ ഫിനിഷ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പിന്നെ 4 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലത്തെ ഡ്രൈവറിൻ്റെയും അതുപോലെ കോ ഡ്രൈവറിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഡോർ പാഡ്സിൻ്റെ ഒക്കെ ഫിനിഷ് നിങ്ങൾക്ക് കാണാം. അതുപോലെ നമുക്ക് മുകളിൽ ക്യാബിൻ ലാമ്പ് അവൈലബിൾ ആണ്. മാനുവൽ ഡേ നൈറ്റ് IRBM കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ സൺറൂഫുള്ള മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. പാനോറാമിക് സൺറൂഫാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ക്രിയേറ്റീവ് S എന്നാണ് വേരിയൻറ്റിൻ്റെ പേര്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ ഓൾമോസ്റ്റ് നെക്സോണിൽ കിട്ടുന്ന പോലെയാണ്. ആൻഡ് ബാക്കിലേക്ക് വരുമ്പോൾ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, 3 പേർക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നടുവിൽ ആംറസ്റ്റ് ഈ വേരിയൻറ്റിലും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ചെറിയ പ്രശ്നം. പക്ഷേ ബാക്കിൽ AC വെൻസും അതുപോലെ ചാർജിങ് പോയിന്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സ്പേസ് ഒക്കെ ടോപ്പിൽ കിട്ടുന്ന പോലെ തന്നെയാണ്. അതിലിപ്പോൾ എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ല. ബാക്കിലും നമ്മുടെ ഗ്രാബ് റെയിൽസിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഒരു ക്യാബിൻ ലാമ്പ്, അതായത് റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഈ റീഡിംഗ് ലാമ്പ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിലും കിട്ടുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ്, ESP, ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനത്തെ സകലമായ സംഭവങ്ങളും ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. സോ സേഫ്റ്റിയുടെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ബേസ് പോലെ തന്നെ കിട്ടുന്നുണ്ട്. 6 എയർ ബാഗ്സും ESP ഒക്കെ ബേസ് മോഡൽ പോലെ തന്നെ ഉണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ അകത്തും ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ നമുക്ക് കിട്ടി തുടങ്ങുന്നത് അഡീഷണൽ ആയിട്ട്. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ്. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ അവരുടെ പുതിയ 1.2 TGD എഞ്ചിൻ്റെ ഓപ്ഷൻ അവൈലബിൾ അല്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവ് പ്ലസ് മോഡലിലേക്ക് പോകേണ്ടി വരും. പക്ഷേ 1.5 ലിറ്റർ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിൻ, അതായത് 117 bhp 260 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ആ എഞ്ചിൻ ഇതിൻ്റെ അകത്തുണ്ട്. മാനുവലും അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. പിന്നെ ഇവരുടെ പഴയ 1.2 റെവോട്രോൺ പെട്രോൾ എഞ്ചിൻ 3 സിലിണ്ടർ ആണ്, 1.2 ആണ്. അതുപോലെ ടർബോ ചാർജ്ഡ് ആണ്, MPF എഞ്ചിനാണ്. 120 PS പവറും 170 Nm ടോർക്കുമാണ് നമുക്ക് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും ആണ് ഈ ഒരു വാഹനത്തിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഹൈപ്പർ അയോൺ എഞ്ചിൻ, അതായത് 1.2 TGD പുതിയ എഞ്ചിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ബഡ്ജറ്റ് ഇട്ട് മുകളിലേക്ക് പോയേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് 12.19 lakhs ആണ് ക്രിയേറ്റീവ് 1.2 റെവോട്രോൺ എഞ്ചിൻ വരുന്നതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഡീസൽ ആണെങ്കിലും 13.69 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം. ഓൾമോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആണ്. നമുക്ക് ഡീസലൊക്കെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി ഓൾമോസ്റ്റ് 16.5 lakhs റേഞ്ചിൽ ഓൺ റോഡ് കിട്ടും. സോ അങ്ങനെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങളിലൊക്കെ ഡീസൽ എഞ്ചിൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അത് ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കർവിൻ്റെ ഡീസലിൻ്റെ പ്രൈസിങ് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന്. നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റിലാകെ ക്രെറ്റയിലും സെൽട്ടോസിനും ആണല്ലോ ഇത് അല്ലാണ്ട് ഡീസൽ വരുന്നത്. അതിൻ്റെയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് സൈഡിൽ നിൽക്കുമ്പോൾ കർവ് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ വെച്ച് വരുന്ന ഇതുപോലത്തെ വേരിയൻസ് കിട്ടും. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസിൻ്റെ കൂടെ അഡീഷണൽ 1.5 lakhs കൂടെ ആഡ് ചെയ്താൽ മതി. പിന്നെ ജസ്റ്റ് 50,000 rupees മാത്രമാണ് നമുക്ക് കർവിൻ്റെ ക്രിയേറ്റീവ് S എന്ന് പറഞ്ഞ മോഡലിന് അഡീഷണൽ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം പാനറോമിക് സൺറൂഫ് ഒക്കെ വേണം, അതുപോലെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോ ഹെഡ് ലാംപ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 50,000 rupees അഡീഷണൽ സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റീവ് Sലേക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. കാരണം ക്രിയേറ്റീവ് പ്ലസിലേക്ക് വരുമ്പം അതിൽ നിന്ന് പിന്നെ ഒരു അഡീഷണൽ 1 lakh rupees ജമ്പ് വരുന്നുണ്ട്. അത്രയൊക്കെ പോകണമെന്ന് ഉള്ളതാണ് എൻ്റെ സംശയം. കാരണം ഓൾറെഡി നമുക്കിപ്പോൾ ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സുമായി ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുമോ എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം പ്രൈസ് ഇതിന് വരുന്നുണ്ട്. ഓൺ റോഡ് എന്തായാലും 16 lakhs റേഞ്ചിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എനിക്ക് കർവിൻ്റെ നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വാല്യൂ ഫോർ മണി വേരിയൻറ്റ് തോന്നിയ ക്രിയേറ്റീവ് മോഡൽ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.